വണ്ടി നിസാൻ തെറാനോ ആണ്. 2014 മോഡൽ വണ്ടിയാണ്. വണ്ടി എടുത്തുള്ളൂ, 2 ദിവസമായിട്ടുള്ളൂ. കസ്റ്റമർ എടുത്തിട്ട് നേരെ കൊണ്ടുവന്ന് നമ്മുടെ വർക്ക്ഷോപ്പിലേക്കാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അധികം പണിയൊന്നുമില്ല. എൻജിൻ ഓയിൽ മാറ്റേണ്ട ആവശ്യമില്ല. എല്ലാം കംപ്ലീറ്റ് ക്ലിയറാണ്. അതേപോലെ ഓഫ് റോഡിൽ ഓടിച്ച് നോക്കുമ്പോൾ ഒരു സൗണ്ടും വണ്ടിക്കില്ല. ഏകദേശം കിലോമീറ്റർ വന്നിട്ട് 1,55,000 കിലോമീറ്റർ ആയിട്ടുണ്ട് വണ്ടിക്ക് യാതൊരു പ്രശ്നവുമില്ല. നീറ്റായിട്ട് ഓടിച്ച് നോക്കിയപ്പോൾ യാതൊരു കംപ്ലൈൻറ്റും തോന്നുന്നുമില്ല. സൗണ്ടുകളും കിട്ടുന്നുമില്ല. ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. അത് വന്നിട്ട് ഫുള്ളായിട്ട് നോക്കിയതാണ്. അത് വന്നിട്ട് സ്റ്റിയറിംഗ് ബോൾ ജോയിൻ്റ് പോയിട്ടുണ്ട് 2 ലെഫ്റ്റും റൈറ്റും പോയിട്ടുണ്ട്. പിന്നെ ലോവർ ആം ആർച്ച് പോയിട്ടുണ്ട്, അത് മാറ്റി തന്നെ ആവണം. അതേപോലെ തന്നെ കട്ട് ബുഷും പോയിട്ടുണ്ട്. ലിങ്ക് റോഡും ഡാമേജ് ഉണ്ട്. പിന്നെ എൻജിൻ മൗണ്ടും ചെറിയ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. അത് എല്ലാ വണ്ടിക്കും ഉള്ളതാണ്. 1,00,000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ കംപ്ലൈൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നത് ആണ് എല്ലാ വണ്ടിക്കും. അതേപോലെ കംപ്ലൈൻറ്റേ ഉള്ളൂ. അധികം ബുദ്ധിമുട്ടില്ല. വണ്ടി മേടിച്ച് തന്നെ ഗുഡായിട്ടാണ് വണ്ടിയാണ് മേടിച്ചിരിക്കുന്നത്. എൻജിനും നോക്കിയിട്ടുണ്ട് ഞാൻ. എൻജിൻ്റെ പ്രശ്നവും ഇല്ല. ഏകദേശം ഗുഡാണ്. ഒരു കുഴപ്പമില്ല വണ്ടിക്ക്. നമുക്ക് ചെക്കപ്പിന് വന്നു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തിട്ടേ വണ്ടി വിടുള്ളൂ. യാതൊരുവിധ അധിക ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു 2-3 കാര്യം ഞാൻ പറഞ്ഞില്ല, അതുപോലെ പ്രശ്നം മാത്രമേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. ബോഡിക്കടക്കം നാച്ചുറലായിട്ട് ഇരിക്കുന്നത് വണ്ടി. പെയിൻറ്റിങ് അധികം അടിച്ചിട്ടില്ല. ക്ലിയറായിട്ട് ഉള്ള വണ്ടിയാണ് വന്നത്. കണ്ടില്ലേ? പെയിൻ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഇത് ഒന്നും അടിച്ചിട്ടേ ഇല്ല. നാച്ചുറലായിട്ട് വണ്ടിയാണ്. അതുകൊണ്ട് ബുദ്ധിമുട്ടേ ഇല്ല. അതുപോലെ തന്നെ മാത്രം ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആകുന്നില്ല. നമ്മുടെ മോഡ് മാറ്റുമല്ലോ. ഫ്രണ്ടിലേക്ക് ഫേസിലേക്ക് വരുന്നത്, കാലിലേക്ക് വരുന്ന എയർ, അതേപോലെ ഈ സൈഡ് വരുന്ന എയർ, അത് മാത്രം ഒരു മാറ്റമുണ്ട്. അത് മാത്രമേ കംപ്ലൈൻ്റ് ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല വണ്ടിക്ക്. നീറ്റായിട്ടാണ്. എൻജിൻ ഓയിൽ ഇതിനകത്ത് മാറ്റുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അത് 1.5 ലിറ്റർ കുറവാണ്. അത് ടോപ്പപ്പ് ചെയ്തിട്ട് കാര്യമില്ല. മാറ്റിയാൽ തന്നെ നമുക്ക് മെച്ചം തോന്നും. മാറ്റി കഴിഞ്ഞാൽ ഫുള്ളായിട്ട് മാറ്റുമ്പോൾ ഒറിജിനൽ ഓയിൽ വരും. അതുകൊണ്ട് പ്രശ്നമില്ല. അതുകൊണ്ട് നമ്മൾ ഓയിൽ സർവീസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഷാർട്ട് ജോയിൻറ്റ്, സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ് അതും മാറ്റുന്നുണ്ട്. അത് ഈ കമ്പനിയാണ് നമ്മൾ എടുക്കുന്നത്. നിസാൻ്റെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് എമൗണ്ട് കൂടിപ്പോകും. അതുകൊണ്ട് ഈ കമ്പനിയിൽ തന്നെ നമ്മൾ എടുക്കുന്നത്. ഓക്കെ. അതേപോലെ തന്നെ ലോവർ ആം ആർച്ച് സൈഡ്, ഈ സൈഡ് മാത്രം മാറ്റാനുണ്ട്. അതും മാറ്റുന്നുണ്ട്. അതുപോലെ കട്ട് ബുഷും മാറ്റുന്നുണ്ട്. ലിങ്ക് റോഡും അത് മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഷോക്ക് മൗണ്ടും മാറ്റുന്നുണ്ട് നമ്മൾ. 2 സൈഡ് കംപ്ലൈൻ്റ് ആണ്. അതുകൊണ്ട് മാറ്റിയാൽ തന്നെ സൗണ്ടിൽ നിൽക്കുള്ളൂ. ചെറിയ സൗണ്ടാണ് വന്നിട്ടുള്ളത്. അധികം പണിയുമില്ല. ചെറിയ പണികളുള്ളൂ. അപ്പോൾ മൗണ്ടിൻ്റെ സൗണ്ട് അടക്കം, ഷോക്കിൻ്റെ മൗണ്ടിൻ്റെ സൗണ്ട് അടക്കം നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അധികമില്ല. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് കിടുകിടുന്ന് ഒരു സൗണ്ട് മാത്രം കേട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് മൗണ്ട് നമ്മൾ മാറ്റുന്നുണ്ട്. ഷോക്ക് മാറ്റേണ്ട ആവശ്യമില്ല. ഷോക്കിന് കംപ്ലൈൻ്റ് ഇല്ല, ലീക്കും ഇല്ല, കംപ്ലൈൻറ്റും ഇല്ല. അതുകൊണ്ട് മൗണ്ട് മാത്രം നമുക്ക് മാറ്റിയാൽ മതി. മൗണ്ട് മാത്രം മാറ്റുന്നുണ്ട്. കാണിച്ചപ്പോഴാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തത്. എന്നിട്ടാണ് ഇത്രയും പണികൾ നമ്മൾ ചെയ്യുന്നത്. വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. നാച്ചുറലായിട്ടേ ഇരിക്കുന്നത്. ചില ബുദ്ധിമുട്ട് മാത്രം മാറ്റി കൊടുത്താൽ ഇനിയിപ്പോൾ നമുക്ക് ഒരു 50,000 60,000 കിലോമീറ്റർ വരെ അധികം പണിയേ ഉണ്ടാവില്ല. ഗുഡായിട്ട് ഓടിച്ച് നടക്കും. അലൈൻമെൻറ്റ് മാത്രം ചെയ്യാനുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ക്ലിയറായി. ഇപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ പണികളൊക്കെ ചെയ്തുകൊണ്ട് അലൈൻമെൻറ്റ് വിട്ട് കഴിഞ്ഞാൽ ഏകദേശം വണ്ടി നമുക്ക് കസ്റ്റമറിനടുത്ത് കൊടുത്തു വിടാം. അത്രേ ഉള്ളൂ. അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. എടുത്ത വണ്ടി തന്നെ നാച്ചുറൽ വണ്ടിയാണ്. യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത വണ്ടിയാണ് എടുത്തത്. അതുകൊണ്ട് ഗുണമാണ്. ഈ പണി മാത്രം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 50,000 60,000 കിലോമീറ്റർ വരെ ഒരു കംപ്ലൈൻറ്റും വരില്ല. നാച്ചുറലായിട്ട് ഓടിക്കാം. അലൈൻമെൻറ്റ് മാത്രം ചെയ്യാനുണ്ട്. അതും ചെയ്ത് കഴിഞ്ഞാൽ
കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞിട്ടുണ്ട്, അലൈൻമെൻറ്റും കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. നോക്കിയിട്ട് പഴയ കംപ്ലൈൻറ്റ് ഉണ്ടോയെന്ന് നോക്കാം. കംപ്ലൈൻറ്റ് പറഞ്ഞാൽ അധികം കംപ്ലൈൻ്റ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു കിടുകിട് സൗണ്ട് മാത്രം വന്നിട്ടുള്ളൂ. എന്തായാലും അലൈൻമെൻറ്റ് പണികളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടെ ഓടിച്ച് നോക്കാം, കംപ്ലൈൻറ്റ് ഉണ്ടാകുമെന്ന് നോക്കാം. ഇപ്പോൾ ഓടിക്കുമ്പോൾ അധികം കംപ്ലൈൻ്റ് ആയിട്ട് തോന്നുന്നില്ല, എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. വണ്ടി ഓടിക്കാൻ തന്നെ ഒരു സുഖമുണ്ട്. നേരത്തെ നമ്മൾ വണ്ടി വന്നപ്പോൾ തന്നെ ഓടിച്ചപ്പോൾ ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. ഇനി പറഞ്ഞല്ലോ ഞാൻ, സൗണ്ടുകളും ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പോൾ ഇല്ല. ഇപ്പോൾ എല്ലാം സോൾവ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ഒരു സൈഡ് ലോറാം മാറ്റിയിട്ടു, അതേപോലെ കട്ട് പുഷും മാറ്റി, ലിങ്ക് റോഡും മാറ്റി, സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റും മാറ്റി. അപ്പോൾ പിന്നെ ഏകദേശം ഗുണമായി. അലൈൻമെൻറ്റ് ചെയ്തിട്ട് വന്നതാണ് വണ്ടി. അതിനുശേഷമാണ് വീണ്ടും ഓടിക്കുന്നത്. നമ്മൾ പഴയ കംപ്ലൈൻറ്റ് ഉണ്ടോ അതോ എല്ലാ കാര്യങ്ങളും സോൾവ് ആയോ എന്നുള്ളത് നോക്കാനാണ് വീണ്ടും നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുന്നത്. ഇപ്പോൾ യാതൊരുവിധ പ്രശ്നവുമില്ല, സൈലൻ്റായി വണ്ടി. നേരത്തെ ചെറിയ മിടുപ്പ് ആർക്കും നോക്കിയാലും കസ്റ്റമർ ഓടിച്ചാലും അവർക്ക് അറിയില്ല. ചെറിയ മിടുപ്പും അതേപോലെ ഒരു സൗണ്ടുകളും ചെറുതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സാധനങ്ങൾ വണ്ടിയിൽ മാറ്റിയപ്പോൾ അലൈൻമെൻറ്റ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നാച്ചുറലായി ഒരു കുഴപ്പമില്ല, സൗണ്ടേ ഇല്ല. ഇപ്പോൾ നാച്ചുറലായിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് ഇനിയിപ്പോൾ ബെൻഡിങ് ഉള്ളത് ആ പെയിൻറ്റിങ് മാത്രം. റോഡ് ലെഫ്റ്റ് സൈഡ് റോഡിൻ്റെ അടിയിൽ തുരുമ്പ് ഉണ്ട്, അത് മാത്രം പെയിൻ്റ് അടിക്കണം. അത് പുട്ടി വർക്ക് മാത്രം ചെയ്താൽ മതി. ടിങ്കറിങ് വർക്കും ചെയ്യേണ്ട ആവശ്യമില്ല. പുട്ടി വർക്ക് മാത്രം ചെയ്തിട്ട് ക്ലിയർ ആയിട്ട് അടിക്കാം. ലെഫ്റ്റ് സൈഡ് റോഡിൻ്റെ അടിയിൽ ഒരു തുരുമ്പ് പോലെ വന്നിട്ടുണ്ട്. അത് വീണ്ടും വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ ക്ലിയർ ചെയ്ത് പെയിൻ്റ് അടിച്ച് ക്ലിയർ ചെയ്താൽ ഇനി പ്രശ്നങ്ങൾ വരില്ല. അപ്പോൾ അത് മാത്രം ചെയ്യാനുണ്ട്. ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ ഗിടുഗിടുന്നുള്ള സൗണ്ടൊക്കെ മാറി, ഇപ്പോൾ ഒന്നുമില്ല. നേരത്തെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു തരി പോലെ ഒരു സൗണ്ട് കേൾക്കും. ഇപ്പോൾ അതൊന്നുമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജിൻ മൗണ്ടും പോയിട്ടില്ല. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ടൈറ്റ് ചെയ്ത് വിട്ടു, അത്ര തന്നെ. വേറെ പോയിട്ടില്ലാത്ത ഇത് മാറ്റേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് മാറ്റിയിട്ടില്ല. എല്ലാ കാര്യങ്ങളും ഒന്ന് ടൈറ്റ് ചെയ്ത് വിട്ടു. അപ്പോൾ പിന്നെ അത് സൗണ്ടും ഇല്ലെന്നുണ്ടെങ്കിൽ നിർത്തിയിട്ട് നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്യുമല്ലോ, അപ്പോൾ ഒരു മിടുപ്പ് പോലെ ഒരു സൗണ്ട് വന്നുകൊണ്ടിരുന്നു വണ്ടിക്ക്. ഇപ്പോൾ അതൊക്കെ സോൾവ് ആയിട്ടുണ്ട്. യാതൊരു വിധ ബുദ്ധിമുട്ടും വണ്ടിക്കില്ല. മെക്കാനിക്കൽ വർക്ക് ചെയ്യുമ്പോൾ മെക്കാനിക്കൽ വർക്ക് മാത്രമല്ല, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യും. റോഡാണെന്നുണ്ടെങ്കിലും ശരി, അത് സീറ്റ് ആണെങ്കിലും ശരി, എല്ലാം ക്ലിയർ ചെയ്യും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1,00,000 കിലോമീറ്റർ ഓടിക്കുന്ന എല്ലാ കാര്യങ്ങളും ലൂസ് ആകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് എക്സ്ട്രാ സൗണ്ടുകളൊക്കെ വരാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബീഡിങ്ങുകൾ ഒരു ഹാർഡാകും. അതും ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഓടിക്കുമ്പോൾ തന്നെ എന്ന് പറഞ്ഞ സൗണ്ടുകൾ വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ യാതൊരുവിധ സൗണ്ടില്ല, നീറ്റായിട്ടുണ്ട്. നമ്മൾ ഇനോവയൊക്കെ ഓടിക്കില്ലേ, അതേപോലെ ഫീലിങ് ഇതിലും വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ ചെയ്യുമ്പോഴാണ് ഗുഡായിട്ടുള്ള ഫീലിംഗ് വരിക. ഇല്ലാന്നുണ്ടെങ്കിൽ ഓടിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും സൗണ്ട് കേട്ടാൽ നമുക്ക് തന്നെ ഒരു എന്തോ പോലെ തോന്നും. അപ്പോൾ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്തപ്പോൾ ഒരു സംസാരം മാത്രം ചെറിയ വ്യത്യാസം ഉണ്ടാവും കേൾക്കുമ്പോൾ. നിങ്ങൾക്ക് ഒന്നും വിചാരിക്കണ്ട, അത് ചെറിയ കംപ്ലൈൻ്റ് അല്ല, ബുദ്ധിമുട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ടാണ് സംസാരം മാത്രം മിസ്സിങ് വരുന്നത്. പക്ഷേ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിയിക്കണമല്ലോ. ഞാൻ പണി ചെയ്യുന്ന കാര്യങ്ങളും അത് എന്താ കംപ്ലൈൻറ്റ് എന്താണെന്നുള്ളത് അറിയണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ അടക്കം ഇടുന്നത്. ചെറിയ വ്യത്യാസം ഉണ്ടാവും, സംസാര വേർഡുകൾ പറയുന്നതും ചെറിയ വ്യത്യാസം ഉണ്ടാവും, ഒന്ന് മനസ്സിലാക്കണം. വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഫോളോ ചെയ്യുക. താങ്ക് യു.